ഹലോ ഗായ്സ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. നാളെ കർക്കിടകവാവാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഇവിടെയൊക്കെ തലേ ദിവസം വീതി വെക്കും. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അമ്പലമാണ്, ഭദ്രകാളി ക്ഷേത്രമാണ്. അവിടെ പോയി തൊഴുത് കഴിഞ്ഞ് വന്ന് ഞാൻ വിളക്ക് കത്തിക്കാൻ വേണ്ടി തിരിയൊക്കെ ഇട്ട് വിളക്ക് കത്തിക്കുന്ന ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീതി വെക്കാൻ വേണ്ടി അട ഉണ്ടാക്കണം. അപ്പോൾ അട ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തേങ്ങ ചിരണ്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ അരിപ്പൊടി ഇങ്ങനെ ഇത് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കരപ്പാനി, എന്നിട്ട് ഈ ശർക്കരപ്പാനിയും തേങ്ങയും കൂടി മിക്സ് ചെയ്തതാണിത്. എന്നിട്ട് അമ്മ ഇവിടെ വാഴയിലയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി അമ്മ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ആ മിക്സൊക്കെ വെച്ച് മടക്കി നമ്മൾ ആവി കയറ്റി അട എടുക്കും. അപ്പം നമ്മൾക്ക് ആവി കയറ്റി എടുക്കും, ചുട്ടും എടുക്കും. ചുട്ടെടുക്കണതിന് ഓട്ടട എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇന്നിപ്പോൾ ആവി കയറ്റി അടയാണ് വെച്ചേക്കണത് വീട്ടി വെക്കാൻ വേണ്ടിയിട്ട്. അവലും മരലും ശർക്കര, പിന്നെ കർപ്പൂരം, കരിക്ക്, പഴം, അട ഇതെല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ വിളക്ക് കത്തിച്ചിട്ടാണ് ഈ വീതി വെക്കണത്. അപ്പം നമ്മുടെ കാരണവന്മാർ വരും എന്നുള്ളൊരു ഇതാണ്. എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഐതിഹ്യം അറിയില്ല. അതിന് ഞാൻ അടയൊക്കെ കഴിച്ചു. അതിന് രാത്രി കഴിക്കാൻ വേണ്ടി അച്ഛനും അമ്മക്കൊക്കെ ഒരിക്കലായതുകൊണ്ട് ചപ്പാത്തി ആയിരുന്നു. അപ്പം ഞാനാണെങ്കിൽ കോളിഫ്ലവറും ഫ്രൈഡ് റൈസും ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. നമുക്ക് 7 ദിവസം കർക്കിടകമായിട്ട് പച്ചക്കറികളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ സീനും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം ഈ വാവിന് വീതി വെക്കണേം കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ കർക്കിടക മാസമായിട്ട് മുക്കൂറ്റി ഞാൻ അരച്ച് തൊടാൻ വേണ്ടി ഇങ്ങനെ മുക്കൂറ്റി അരയ്ക്കണ സീനാണിത്. അത് കഴിഞ്ഞ് അതൊക്കെ തൊട്ടു. അപ്പോൾ അടുക്കളയിൽ ചെന്നപ്പോഴേക്കും വീതി വെക്കാൻ വേണ്ടി മീൻ കറി, മീൻ വറുത്തത്, ചെമ്മീൻ റോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നോൺ വിഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വെക്കണത്. പിന്നെ നമ്മുടെ കാരണവന്മാർക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മീൻ കറി, മീൻ വറുത്തത്, ചോറ്, അതുപോലെ തന്നെ അച്ചാർ, അങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് എൻ്റെ അച്ചാമ്മക്ക് കൂടുതലും മീനിനോടാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അതാണ് വെച്ചത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചെറിയൊരിത് കാക്കയ്ക്കും വെക്കും. അതിന് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.